എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സെയിൽസ് ക്യാമ്പയിൻ ഫേസ്ബുക്ക് ആഡ് മാനേജർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി പറയാനുള്ള ടാർഗറ്റിങ്ങിനെ കുറിച്ചാണ്. 3 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. പ്രോഡക്റ്റിനെ അറിയാത്തവർ, കുറച്ചറിയുന്നവർ, കൂടുതൽ അറിയാവുന്നവർ. അതിനകത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടാവാം. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ വന്നു, എന്നാൽ പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്ത ആൾക്കാരുമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഓഡിയൻസും ചേർന്നതാണ് നമ്മുടെ മാർക്കറ്റ്. ഒരു ബ്രോഡ് ഓഡിയൻസിനെ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ, സർവീസിനെ കുറിച്ച്, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാത്തവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാവുന്നവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, ചിലപ്പോൾ അയാൾ പർച്ചേസ് ചെയ്യാതെ പോയത് ചിലപ്പോൾ വില കൂടുതലായതുകൊണ്ടാവാം. അത്തരം ആൾക്കാർക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് നൽകേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാത്തത് ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനോ സർവീസിനെ കുറിച്ച് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അത്തരം ഓഡിയൻസിന് ചിലപ്പോൾ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോസ് നൽകേണ്ടി വരും. അപ്പോൾ 3 തരത്തിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേറ്റ ആവശ്യമാണ്. ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിന്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്. അവരുടെ യൂസർ ബിഹേവിയറിനെ കുറിച്ചും യൂസറിന്റെ ഓൺലൈൻ ബിഹേവിയറിനെ കുറിച്ചുള്ള ഡേറ്റ ഉണ്ട്. അത് വെച്ചിട്ട് അവർ ആഡ് റൺ ചെയ്യുകയും സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കിടയിൽ നമ്മൾ ആഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവരെയും പർച്ചേസ് ചെയ്തവരെയും പർച്ചേസ് ചെയ്യാതെ വെബ്സൈറ്റ് ലീവ് ചെയ്തവരെയും ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് ഡേറ്റ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഫേസ്ബുക്കും വെബ്സൈറ്റിനെയും കണക്ട് ചെയ്യേണ്ടതുണ്ട്. കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പിക്സൽ. അതുപോലെ തന്നെ കൺവേർഷൻ APIs ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റും ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യുകയും ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്യും. ഡേറ്റ എന്ന് വെച്ചാൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവരുടെ ഡേറ്റ, പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്തവരുടെ ഡേറ്റ, പർച്ചേസ് ചെയ്തവരുടെ ഡേറ്റ. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നീട് ഇവരുടെ ടാർഗറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഓഫ്ലൈൻ ഡേറ്റ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതായത് കസ്റ്റമേഴ്സിന്റെ പേര്, അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ ID, അതുപോലുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അത്തരം ഡേറ്റ ഉപയോഗിച്ചിട്ടും കസ്റ്റമേഴ്സിനെ റീടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആപ്പ് ഉണ്ടെങ്കിൽ, മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ, മൊബൈൽ ആപ്പിലെ ഡേറ്റയും നമുക്ക് ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ റീടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. പിക്സൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകേണ്ടത് ഈവൻറ്റ്സ് മാനേജറിലേക്കാണ്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പിക്സൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡെമോ പിക്സൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ഷോപ്പിഫൈ, അതുപോലെ തന്നെ WooCommerce, വേർഡ്പ്രസ് പോലുള്ള വെബ്സൈറ്റുകളെ നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യാം. മാത്രമല്ല, മാനുവലി കണക്ട് ചെയ്യാൻ സാധിക്കും. മെറ്റാപിക്സൽ കൺവേർഷൻ API ഉപയോഗിച്ചിട്ട് നമുക്ക് മാനുവലി കണക്ട് ചെയ്യാം. ഇനി നമുക്കൊരു സെയിൽസ് ക്യാമ്പയിൻ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഓരോ പ്രൊഡക്റ്റിനും ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കും. ആ ഡിമാൻഡിന്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് ആ പ്രൊഡക്റ്റ് സ്കെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. മാത്രമല്ല, അതിന്റെ ക്വാളിറ്റിയെയും ആശ്രയിച്ചിരിക്കുന്നു. ക്വാളിറ്റി, അന്തിമമായി പ്രൊഡക്റ്റോ സർവീസ് മാർക്കറ്റിംഗ് ചെയ്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനോ സർവീസിനോ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല, അതൊരു സ്പെസിഫിക് സൊല്യൂഷൻ ആയിരിക്കണം. അതൊരു പെയിൻ പോയിന്റിനുള്ള സൊല്യൂഷനും ആയിരിക്കണം. ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഈ പ്രോബ്ലത്തെ കുറിച്ചോ സൊല്യൂഷനെ കുറിച്ചോ അറിവില്ലാത്തവരുണ്ടാവാം. ഉദാഹരണത്തിന്, ഡൈജഷൻ പ്രോബ്ലത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഗ്യാസ് ട്രബിളും മറ്റും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദഹനത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ദഹനത്തിന്റെ പ്രശ്നം പരിഹരിച്ചാൽ ഗ്യാസ് ട്രബിൾ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ദഹനത്തെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമറിനെ ഇത് മനസ്സിലാക്കണം. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ദഹനം എളുപ്പമാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോബ്ലത്തെ കുറിച്ചോ സൊല്യൂഷനെ കുറിച്ചോ അറിയാത്ത കസ്റ്റമറിനെ അവെയർ ആക്കേണ്ടത്. അവർക്കൊരു അവയർനെസ് കിട്ടിയതിനു ശേഷമായിരിക്കും അവർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. പ്രോബ്ലത്തെ കുറിച്ചോ സൊല്യൂഷനെ കുറിച്ചോ അറിയാത്ത ഒരു കസ്റ്റമറിന്റെ മുന്നിൽ നമ്മുടെ പ്രോഡക്റ്റ് അവതരിപ്പിച്ചാൽ അവിടെ ഒരു സെയിൽസ് നടക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്രോഡക്റ്റിനെ കുറിച്ചോ സൊല്യൂഷനെ കുറിച്ചോ പ്രോബ്ലത്തെ കുറിച്ചോ അറിയാത്ത ആൾക്കാരുണ്ട്, അവർക്ക് അവയർനെസ് കൃത്യമായി നൽകണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സെയിൽസ് നടക്കാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. ഒരു സെയിൽസ് ക്യാമ്പയിൻ ആണ് റൺ ചെയ്യുന്നത്. ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നില്ല. സെയിൽസ് ക്യാമ്പയിൻ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടി മാനുവൽ സെയിൽസ് ക്യാമ്പയിൻ ആണ് ഉപയോഗിക്കുന്നത്. സെയിൽസ് ക്യാമ്പയിൻ ഒരു പേര് നൽകുകയാണ്. A/B ടെസ്റ്റ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ്, ചിലപ്പോൾ ഇമേജ് ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, കെറോസൽ ആയിരിക്കും. ഇതിൽ ഏതാണ് ബെസ്റ്റ് റിസൾട്ട് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി A/B ടെസ്റ്റ് ചെയ്യുന്നു. A/B ടെസ്റ്റ് ചെയ്യേണ്ട ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നമ്മൾ സിംഗിൾ ആഡ് സെറ്റ് ആയിട്ട് റൺ ചെയ്യില്ല, ഒന്നിൽ കൂടുതൽ ആഡ് സെറ്റുകൾ റൺ ചെയ്യും. അതിൽ മികച്ചത് കണ്ടെത്തും, മികച്ചത് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വെബ്സൈറ്റും പിക്സലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ബഡ്ജറ്റ് ഡേറ്റ് കൊടുക്കുക, ലൊക്കേഷൻ കൊടുക്കുക. ഓഡിയൻസ് സജഷൻ ആണ് നൽകുന്നത്. അവരുടെ ഏജ്, ജെൻഡർ, ഫുഡ് വെയർ ആണ് നമ്മൾ വിൽക്കുന്നത് കൊണ്ട് ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ ഫുഡ് വെയർ എന്നുള്ളൊരു ഓപ്ഷൻ നൽകുകയാണ്. ഇനി സെലക്ട് ചെയ്യാൻ പോകുന്നത് ആമസോൺ വെബ്സൈറ്റ് ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് ആമസോൺ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവർ ഇ-കൊമേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അത്തരം ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്. ബ്രോഡ് ഓഡിയൻസിനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചോ അറിയാത്ത വലിയൊരു ഓഡിയൻസിനെയാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫേസ്ബുക്കിന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമർ ബേസിനെ ഒരു ഫണലായിട്ടാണ് കാണുന്നത്. ഫണലിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ് ബ്രോഡ് ഓഡിയൻസ്. അതായത് നമ്മളെ കുറിച്ച് അറിയാത്തവർ,
സെക്കൻഡ് സ്റ്റേജിൽ അത്യാവശ്യം അറിയാവുന്നവർ, ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടാകും. ഇങ്ങനെ ആദ്യം നമ്മൾ ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു, സെക്കൻഡ് നമ്മൾ മിഡിൽ ഓഫ് ദ ഫണലിൽ വരുന്നു, പിന്നീട് ബോട്ടം ഓഫ് ദ ഫണൽ. ഇങ്ങനെ 3 പേരെയും 3 തരത്തിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ബ്രോഡ് ഓഡിയൻസിനെയാണ്. അതിനുവേണ്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡ് സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ആഡ് സെറ്റിൽ ഞാൻ സെലക്ട് ചെയ്തത് ബ്രോഡ് ഓഡിയൻസിനെയാണ്. രണ്ടാമത്തെ ആഡ് സെറ്റിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ലുക്കലൈക്ക് ഓഡിയൻസിനെയാണ്. ലുക്കലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഓൾറെഡി നമ്മുടെ ഫേസ്ബുക്ക് പേജും അല്ലെങ്കിൽ നമ്മുടെ ആഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന തരത്തിലുള്ള സിമിലർ ആറ്റിറ്റ്യൂഡുള്ള ഓഡിയൻസ് ആണ് ലുക്കലൈക്ക് ഓഡിയൻസ്. ഇതിന്റെ ഡേറ്റയും ഫേസ്ബുക്കിന്റെ കയ്യിലുണ്ട്. നമുക്ക് ലുക്കലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ലുക്കലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇവിടെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് എന്നാൽ പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്ത ആൾക്കാരെയാണ് എനിക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓൾറെഡി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത ആൾക്കാരെയാണ്. പർച്ചേസ് ചെയ്തവരുടെ ഡേറ്റയും എൻ്റെ കയ്യിലുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എല്ലാം ഡെമോ ആണ്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഒന്നാമത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ബ്രോഡ് ഓഡിയൻസ്. ലുക്കലൈക്ക് ഓഡിയൻസും ബ്രോഡ് ഓഡിയൻസും മാർക്കറ്റിംഗ് ഫണലിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ വരുന്നതാണ്. മിഡിൽ ഓഫ് ദ ഫണൽ വരുന്നതാണ് നമ്മുടെ പേജുമായിട്ട് ഇന്ററാക്ട് ചെയ്തവർ, പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്തവർ മറ്റും. ബോട്ടം ഓഫ് ദ ഫണൽ വരുന്നതാണ് പർച്ചേസ് ചെയ്തവരും കുറിച്ച് പൂർണ്ണമായി നമ്മുടെ പ്രോഡക്റ്റ് സർവീസിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാവുന്നവരാണ് ബോട്ടം ഓഫ് ദ ഫണൽ വരുന്നത്. നമ്മൾ സെയിൽസ് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ നമ്മളുടെ ലാൻഡിംഗ് പേജിലേക്ക്, അതായത് വെബ്സൈറ്റിലേക്കാണ് നമ്മുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ കസ്റ്റമറിനെ നയിക്കുന്നത്. അവിടെ പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാകും. അതിൽ ചില കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. വെബ്സൈറ്റിന്റെ സ്പീഡ്, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത നിമിഷ നേരത്തിനുള്ളിൽ കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ കഴിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും വെബ്സൈറ്റ് ലീവ് ചെയ്യും. രണ്ടാമത്തെ കാരണം പേയ്മെന്റ് ഓപ്ഷനാണ്. ചിലർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഗൂഗിൾ പേ അല്ലെന്നുണ്ടെങ്കിൽ കാർഡ് പേയ്മെന്റ് അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് നൽകേണ്ടതുണ്ട്. മാത്രമല്ല ചിലർക്ക് റിവ്യൂസും ടെസ്റ്റിമോണിയൽസും ആവശ്യമാണ്. നമ്മൾ ചില പ്രോഡക്റ്റുകൾ ആമസോണിൽ വാങ്ങിക്കാൻ നേരത്ത് റിവ്യൂസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായും റിവ്യൂസും ടെസ്റ്റിമോണിയൽസും നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു കസ്റ്റമറിന്റെ പർച്ചേസിങ്ങിനെ സ്വാധീനിക്കുന്നതാണ്. എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പർച്ചേസ് ചെയ്യാതെ പോയവരുടെ മറ്റ് ഡേറ്റ നമുക്ക് ലഭിക്കും. കൃത്യമായിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ പ്രോബ്ലം പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പർച്ചേസ് ചെയ്തവർ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് സ്പെഷ്യലായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്. ബ്രോഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെയല്ല, ഓൾറെഡി പർച്ചേസ് ചെയ്തവരെ ടാർഗറ്റ് ചെയ്യണം. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. 4 ടൈപ്പ് ഓഫ് ആഡ് സെറ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. 4 ആഡ് സെറ്റിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ആഡ് ക്രിയേറ്റീവ്സ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഡ് സെറ്റ് എന്ന് പറയുന്നത് ബ്രോഡ് ഓഡിയൻസിനെയാണ്. ഇവിടെ ഞാൻ റൺ ചെയ്യുന്നത് ബ്രാൻഡ് അവയർനെസ്, പ്രോഡക്റ്റ് അവയർനെസ് പോലുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കും, വീഡിയോസ് ആയിരിക്കും, ഇമേജസ് റൺ ചെയ്യും. സിംഗിൾ ആഡായിട്ട് റൺ ചെയ്യില്ല, ഒന്നിൽ കൂടുതൽ ആഡുകൾ റൺ ചെയ്യും. മിനിമം ഒരു 4 ആഡെങ്കിലും റൺ ചെയ്യും. അതിൽ നിന്ന് മികച്ചത് കണ്ടെത്തും. സെക്കൻഡ് ലുക്കലൈക്ക് ഓഡിയൻസ് ആണ്. അവരുടെ ഇടയിലും ബ്രാൻഡ് അവയർനെസ്സും പ്രൊഡക്റ്റ് അവയർനെസ്സും ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതും സിംഗിൾ ആയിട്ട് റൺ ചെയ്യില്ല, ഒന്നിൽ കൂടുതൽ റൺ ചെയ്യും, മികച്ചത് കണ്ടെത്തും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാതെ ലീവ് ചെയ്തവരും മറ്റൊരു ആയിരിക്കും. അവർക്ക് വേണ്ടത് റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ്, ഡിസ്കൗണ്ട് തുടങ്ങിയ ആഡുകളായിരിക്കും അവരെ പ്രദർശിപ്പിക്കുന്നത്. കാര്യം അവർക്ക് ഓൾറെഡി പ്രോഡക്റ്റിനെ കുറിച്ചും പ്രോബ്ലത്തെ കുറിച്ചും സൊല്യൂഷനെ കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും അറിയാം. പർച്ചേസ് ചെയ്യാത്തത് ചിലപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ പ്രൈസിന്റെ വേരിയേഷൻ കൊണ്ടോ ആയിരിക്കും. അവർക്ക് നൽകേണ്ടത് ഡിസ്കൗണ്ടും ടെസ്റ്റിമോണിയൽസും റിവ്യൂസുമാണ്. അടുത്തത് വരുന്നത് ബോട്ടം ഓഫ് ദ ഫണലാണ്. ബോട്ടം ഓഫ് ദ ഫണലിൽ വരുന്നത് ഓൾറെഡി പർച്ചേസ് ചെയ്തവരും നമ്മളെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്നവരുമാണ്. അവരെ വീണ്ടും പർച്ചേസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആഡുകളായിരിക്കും ഞാൻ ഇവിടെ റൺ ചെയ്യുന്നത്. ചിലപ്പോൾ കൂപ്പൺസ് നൽകും, പ്രൊമോഷനായിട്ട് വേണ്ടി ഡിസ്കൗണ്ട് നൽകും, അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ് നൽകും. ഈ തരത്തിലുള്ള ആഡുകളായിരിക്കും ബോട്ടം ഓഫ് ദ ഫണലിൽ ഞാൻ റൺ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ക്രിയേറ്റീവ് ചൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ ആഡ് സെറ്റിലും മിനിമം 4 ആഡ് ക്രിയേറ്റീവ് ചൂസ് ചെയ്യുക. ഡിഫറൻ്റ് ആയിട്ടുള്ള 4 ആഡ് ക്രിയേറ്റീവ് ചൂസ് ചെയ്യുക. ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് കോപ്പി ഉപയോഗിക്കുക. മാർക്കറ്റ് പ്രൈമറി ടെക്സ്റ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ടെസ്റ്റ് ചെയ്യുക, മികച്ചത് കണ്ടെത്തുക. സ്വന്തമായി പ്രൈമറി ടെക്സ്റ്റ് നൽകാൻ അറിയാത്തവർക്ക് ChatGPTയുടെ സഹായം തേടാം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് നൽകി. എനിക്ക് ലഭിക്കുന്ന പ്രൈമറി ടെക്സ്റ്റ് ആണിത്. ഇവിടെ ഒരു പ്രൈമറി ടെക്സ്റ്റ് ലഭിച്ചു. ഈ പ്രൈമറി ടെക്സ്റ്റിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നല്ലൊരു മാർക്കറ്റ് കോപ്പി ഡെവലപ്പ് ചെയ്യുക, ശേഷം ഉപയോഗിക്കുക. പൂർണ്ണമായി ChatGPTയെ ഡിപ്പെൻഡ് ചെയ്ത് ശേഷം 4 ആഡ് സെറ്റുകൾ പബ്ലിഷ് ചെയ്യുക. A/B ടെസ്റ്റ് ചെയ്യുക, മികച്ച ആഡുകൾ കണ്ടെത്തുക, മോശമായത് സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ല. ഈ ആഡുകളും ആഡ് ഫാറ്റിക് കാരണം മാറ്റേണ്ടത് വരും. അതായത് സ്ഥിരമായി ഒരു ആഡ് തന്നെ ആൾക്കാർക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ബോറടിക്കും. അപ്പോൾ റിസൾട്ട് കുറയുമ്പോൾ ആഡ് ക്രിയേറ്റീവ്സ് മാറ്റി പരീക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന
ഓഫർ മാറ്റി പരീക്ഷിക്കേണ്ടതുണ്ട്. സ്ഥിരമായി ഒരു ഓഫർ കാണുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കും. അതും മാറ്റി പരീക്ഷിക്കേണ്ടതുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മളൊരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ സ്കെയിൽ ചെയ്യുന്നത്, ഒരു സെയിൽസ് വർദ്ധിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ സമൂഹത്തിലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റ് യൂത്ത് ഉപയോഗിക്കും, അതുപോലെ തന്നെ മിഡിൽ ഏജിലുള്ളവർ ഉപയോഗിക്കും, പ്രായമായവർ ഉപയോഗിക്കും, കിഡ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവരെയെല്ലാം ഡിഫറൻ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട്. കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ആഡ് ആയിരിക്കത്തില്ല മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തരുടെയും സ്വഭാവ രീതികൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ള ക്രിയേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. പരീക്ഷിക്കുക, മികച്ചത് കണ്ടെത്തുക, മികച്ചത് കണ്ടിന്യൂ ചെയ്യുക, മോശമായവ സ്റ്റോപ്പ് ചെയ്യുക.